ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷാസ് ഡയറി. ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഒരു മലബാർ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 3 സ്ലൈസ് ഐക്കോർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫിഷ് ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂൺ നല്ല മുളക് പൊടിയും, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, കുറച്ച് കറി ലീവ്സും, ഒരു അര കഷ്ണം ചെറുനാരങ്ങയുടെ നീരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 മണിക്കൂർ ഈ മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം മീനിൻ്റെ മുകളിൽ മസാല എല്ലാം നന്നായി തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിനുശേഷം ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ ഫിഷായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആവണ്ട. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് മറിച്ച് മറ്റേ സൈഡ് ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി കുക്കാക്കാം. അതിനുശേഷം എല്ലാ മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം 3 പീസ് ഫിഷും ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്യാണ്. ഇത് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്യാം. ഇപ്പോൾ കിസ്മിസ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ആ സെയിം എണ്ണയിലേക്ക് ഞാൻ സ്പൈസസ് ആഡ് ചെയ്യാണ്. 2 പട്ട, ഒരു 4-5 ഏലക്ക, ഒരു 10 കറിയാമ്പൂ, 2 ബേ ലീവ്സ്, ഒരു നുള്ള് പെരിഞ്ചീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. ഇപ്പോൾ സ്പൈസസ് ഒക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തത് 2 കപ്പ് ജീരകശാല റൈസാണ്. ഇത് വറുക്കുന്നൊന്നുമില്ല, നേരെ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്നെല്ലാം ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 20 മുതൽ 25 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കാം, ലോ ഫ്ലെയിമിൽ. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാണ്. ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്താം. ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഓരോ അരിയുടെ വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പം 20 മിനിറ്റിന് ശേഷം ഒന്ന് കുക്കായോ നോക്കുക. ഇത് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ്. ആ ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് ഉള്ളി വറുത്തെടുക്കുകയാണ്. ഉള്ളി ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ആ സെയിം എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉണ്ടാവുള്ളൂ. അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടി പേസ്റ്റ് ആക്കിയതാണ്. ഞാനിവിടെ ചോപ്പ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഒരു 4 ഗ്രീൻ ചില്ലി, ഒരു 6 വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയാണ്. ഇത് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ റൈസ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഫോക്ക് വെച്ചൊന്ന് എല്ലാ സ്ഥലത്തും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടച്ച് വെച്ച് ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കാം. മസാല കുക്കാവുമ്പം നമുക്കിത് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മീനിൽ ആഡ് ചെയ്തതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്താൽ മതി. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. വേണമെങ്കിൽ മാത്രം മുളക് പൊടി ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ ഒരു 1/4 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പം പൊടികളെ പച്ചമണം എല്ലാം മാറി. ഇനി നമുക്ക് ഇത് 2 തക്കാളി ചോപ്പ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായി വേവുന്നവരെ അടച്ചു വെച്ച് നന്നായി വേവിക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റേജിൽ ഒരു 1/2 സ്പൂണ് ഗരം മസാല ഒന്ന് തൂവി കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പിടിയേ ചേർത്തുന്നുള്ളൂ. ഇതിലേക്ക് ഞാനിനി ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മസാലയൊക്കെ ഒന്ന് ഫിഷിൻ്റെ മേലെ ആക്കി കൊടുക്കാം. ഇപ്പോൾ ഫിഷൊക്കെ മസാലയിൽ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീനിലേക്കൊക്കെ മസാല നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ബിരിയാണി സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് റൈസ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാലയും ഫിഷും കൂടി വെച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. കുറച്ച് ഉള്ളി വറുത്ത് വെച്ചതും കൂടി ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും റൈസ് ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ മീനും മസാലയും റൈസിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില തൂവാം. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഉള്ളി ഫ്രൈ ചെയ്തതും കിസ്മിസും കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ദം ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ച് നന്നായി ടൈറ്റ് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ ദമ്മിട്ടിട്ട് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ടാവും. ഇപ്പം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഇഷാസ് ഡയറി.